ഹലോ. ഇത് സാറ്റർഡേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് നമ്മൾ ലേറ്റ് ആയിട്ട് എണീക്കുള്ളൂ. അപ്പോൾ എണീറ്റ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെയും അങ്ങനെ ഇരിക്കും കുറച്ച് സമയം. പിന്നെയാണ് അടുക്കളയ്ക്ക് ഉച്ചയ്ക്ക് ഉണ്ടാക്കാനുള്ളതൊക്കെ തുടങ്ങുള്ളൂ. അപ്പം അങ്ങനെ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും ഇപ്പോൾ. പിന്നെ ഇനി ചോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ അരിയൊക്കെ ഇടുകയാണ്. ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നുമില്ല. എന്താ വെച്ചാൽ ഇന്ന് പ്രകാശേട്ടൻ ഇവിടെ ഇല്ല. അപ്പോൾ ഊണ് കഴിക്കാൻ വരില്ല. പ്രകാശേട്ടൻ ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കില്ല. കുട്ടികളും ഞാനല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കഴിക്കും. വലിയ പരിപാടിയൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ അരി ഇടുകയാണ്. അപ്പം ഇന്നിപ്പോൾ വേറെ കുറച്ച് പരിപാടി ഉണ്ട്. ഈ നമ്മളെ ഓണത്തിൻ്റെ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഒന്ന് കുക്കിംഗ് ഒന്നും കാര്യമായിട്ട് വേണ്ട, വേഗം അതൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം ചെയ്യാണ്. കുട്ടികളൊക്കെ അപ്പുറത്തുണ്ട്. പിന്നെ അങ്ങനെ രാവിലെ പണികൾ തീർന്നില്ലെങ്കിൽ പിന്നെ വൈകുന്നേരം വരെയും പണി തന്നെയായിരിക്കും. അപ്പം സ്കൂളില്ലാത്ത ദിവസം എനിക്കിഷ്ടമല്ല. അന്ന് പണികൾ തീരില്ല. അല്ലെങ്കിൽ രാവിലെ 8 മണിയാകുമ്പോഴേക്കും എല്ലാ പണികളും തീരും. ഇതിപ്പോൾ ഒന്നും ഒരുങ്ങിയിട്ടില്ല. അപ്പം ഇങ്ങനെ എവിടെ തിരിഞ്ഞാലും പണികൾ തന്നെയായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണം വേഗം ഫോട്ടോ എടുക്കാൻ വേണ്ടി. അപ്പം ഇന്ന് കറിയൊന്നും വെക്കണില്ല. തൈര് കൂട്ടി കഴിക്കാൻ വിചാരിച്ചിട്ട് ഇരിക്കുക. അപ്പോൾ ഞാൻ വെള്ളപ്പയർ, വൻപയർ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. എന്നാൽ അത് വെച്ചൊരു ഉപ്പേരി ഉണ്ടാക്കാം. ഓംലേറ്റും ഉണ്ടാക്കിയ തൈരുണ്ട്, അത് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വേഗം ഉപ്പേരി വയ്ക്കാൻ നോക്കുകയാണ്. ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമാണത്. അപ്പോൾ പിന്നെ അത് മതി വിചാരിച്ചു. സാധാരണ ഞാനെപ്പോഴും ഈ പയർ മാത്രം ഉപ്പേരി വയ്ക്കുക ചെയ്യൽ. ഉള്ളിയും മുളകും കുത്തിയിട്ടിട്ട് അങ്ങനെ മൂപ്പിച്ചിട്ട് അങ്ങനെ ഉപ്പേരി വയ്ക്കൽ. അപ്പം ഇന്നിപ്പോൾ പയർ കുറച്ച് കുറവാണ്, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു കായും കൂടി ഇട്ടു. എന്നിട്ടാണ് വയ്ക്കുന്നത്. പയറും കായും വേവിച്ചിട്ട് ചെറിയ ഉള്ളി ഉണക്കമുളകും മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് നമ്മളിത് ഈ പയറും കൂടി അതിലിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നല്ല ടേസ്റ്റാണ്. അത് മാത്രം മതി ശരിക്കും ചോറ് കഴിക്കാൻ. പയറും കായും ഞാൻ കുക്കറിലിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് പാത്രങ്ങളുണ്ട്, അതും കൂടി കഴുകി അവിടെ ഒന്ന് വൃത്തിയാക്കി വെച്ചാൽ മതി. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുക്കിങ്ങൊക്കെ വേഗം തീരും. പാത്രം കഴുകലാണ് ഭയങ്കര പ്രശ്നം. എനിക്കിഷ്ടമല്ല. കുറേ പാത്രങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു മൂടുണ്ടാവില്ല. അതേപോലെ തുണി വാഷ് ചെയ്യാൻ എളുപ്പമാണ്. അത് മടക്കി കൊണ്ടുവന്ന് എടുത്ത് വെക്കുക എന്നുള്ളതാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണി. അപ്പം തന്നെ അത് എടുത്ത് വെക്കുകയാണെങ്കിൽ അങ്ങോട്ട് എടുത്ത് വയ്ക്കുക. അല്ലെങ്കിൽ അത് അവിടെ ഇങ്ങനെ ഇരിക്കും. ഇവിടെ നിന്ന് മാറി അപ്പുറത്തെ കസേരയിലേക്ക് ഇരിക്കും, അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് ഇരിക്കും. അങ്ങനെ മാറി മാറി കളിക്കും. അങ്ങനെ എപ്പോഴും എടുത്ത് വെച്ചാൽ അവിടെ ഇരിക്കും. പിന്നെ ഞാൻ വീതന തുടയ്ക്കാൻ ആദ്യം നമ്മളെ ഹാൻഡ് വാഷ് ഇങ്ങനെ സ്പ്രേ ബോട്ടിലാക്കിയിട്ടാണ് ഞാൻ യൂസ് ചെയ്തായിരുന്നു. ഇപ്പം എന്താ ചെയ്യാറ് വെച്ചാൽ കുറച്ച് വിനീഗർ, കുറച്ച് അപ്പസോഡയും ഹാൻഡ് വാഷും കൂടി കുറച്ച് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യുക. എന്നിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ വീതനയും സ്റ്റൗവൊക്കെ ക്ലീൻ ചെയ്താൽ പെട്ടെന്ന് ക്ലീനാവും. എന്താ പറയുക, എണ്ണമഴുക്കൊക്കെ പോയി നല്ല ക്ലീനാവും. നല്ലതാണത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. അപ്പോഴേക്കും നമ്മൾ ചോറായിട്ടുണ്ട്. ചോറ് ഞാൻ റൈസ് കുക്കറിലാണ് വയ്ക്കാറ്. അപ്പം ഒന്ന് തിളച്ചാൽ അതിലേക്ക് എടുത്ത് വയ്ക്കും. പിന്നെ നമ്മളെ കുറച്ചൊക്കെ പണിയൊക്കെ തീർന്ന് വരുമ്പോഴേക്കും ചോറ് റെഡി ആയിട്ടുണ്ടാവും. ഇതപ്പോൾ ഒരു ഓറിയോ കേക്ക് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ബീറ്റർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതിനൊന്ന് ഒതുക്കി വയ്ക്കുക. സ്ഥലം ഭയങ്കര കുറവാണ്. അതുകൊണ്ട് എന്താ പറയുക, ഉള്ള സ്ഥലത്തൊക്കെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒതുക്കി പെറുക്കി വെക്കണം. എന്താ കൂട്ടാ വരയ്ക്കണേ? This is Krishnan and Radha. കുട്ട ഇവിടെ പടം വരയ്ക്കലിലാണ്. അതാണ് അടുക്കളയ്ക്ക് കാണാത്തത്. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടാവും. ഇപ്പോൾ സ്കൂളിലൊക്കെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും ഇത് രണ്ടിനും ചേരാറുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ് അവൾ. പിന്നെ ഇതൊക്കെ നമ്മളെ ഓണം കളക്ഷൻസാണ്. അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, യോഷ ജ്വൽസ് എന്നാണ് നമ്മൾ ഇൻസ്റ്റ ID. അപ്പോൾ അതിൽ ഞാൻ ID ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വേണ്ടവർ അതിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഇമിറ്റേഷൻ ജ്വല്ലറിയാണ്.
കുറേ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാ നേരെ നോക്കിയിട്ടില്ല എല്ലാതും. ഓരോ തിരക്കുകളാണ് ഇപ്പൊ കുറച്ച് ദിവസായിട്ട്. ഞാൻ അടുക്കളയിലെ പണി തീർക്കുമ്പോഴേക്ക് അപ്പൂൻ്റെ അടുത്ത് ഞാനൊന്ന് അടിച്ചു വാരുന്ന് പറഞ്ഞപ്പോൾ അവള് അടിച്ചു വാരുകയാണ്. അപ്പോഴേക്കും ഇനി ഇഞ്ചിൻ്റെ പയറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഉള്ളിയിട്ട് വറക്കണം. ഓംലേറ്റ് ഉണ്ടാക്കി. ഓംലേറ്റ് ഇപ്പം ഉണ്ടാക്കില്ല, കഴിക്കുമ്പോഴേ ഉണ്ടാക്കുള്ളൂ. ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. ഇങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പണികളുണ്ട്. അപ്പോൾ അവൾ വേഗം അടിച്ചു വാരുക. പണികൾ വേഗം കഴിഞ്ഞല്ലോ. അപ്പോൾ അവൾ അടിച്ചു വാരുകയാണ് അവിടെ. ഓംലേറ്റ് ഉണ്ടാക്കാനുള്ള ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ട് വേണം പോയി കുളിച്ചിട്ട് വരണം. എന്നിട്ട് വേണം റെഡി ആവാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ ഒരുങ്ങി ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല പാടാണ്. കാണുമ്പോൾ നമുക്ക് തോന്നും എന്താപ്പോൾ സുഖമല്ലേന്ന്. പക്ഷെ ഇത് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഫോട്ടോ എടുത്താലും പോരല്ലോ, പിന്നെ നമ്മളിത് അടുക്കി പെറുക്കി വെക്കും വേണ്ടേ. അപ്പം അങ്ങനെ എന്നാലും ഞങ്ങളിങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ചിലത് കാണുമ്പോൾ നമുക്കിങ്ങനെ ഇട്ട് നോക്കാൻ തോന്നുന്നു. ഭംഗിയുടെ ഭംഗിയെന്ന് ഓർത്ത് ഇങ്ങനെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കിഷ്ടപ്പെടുന്നതാവില്ല അവൾക്ക് ഇഷ്ടപ്പെട്ട. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഓരോന്ന് പറഞ്ഞിട്ടാണ് പെടുന്നത്. ഗൈസ്, ഇത് ഞങ്ങളുടെ പുതിയ ഓണം കളക്ഷൻസ് ആണ്. സോ വേണ്ടവരെല്ലാവരും ചെക്ക് ഔട്ട് അവർ പേജ് യോഷ ജ്വൽസ് ആൻഡ് സാരീസ്. സ്കൂളില്ലാത്ത ദിവസമല്ലേ ഇപ്പോൾ ഇതിനൊക്കെ പറ്റുള്ളൂ, അപ്പോഴേ ഇവർ കിട്ടുള്ളൂ. അപ്പോൾ കിട്ടുന്ന ദിവസം നല്ലോണം മുതലാക്കും, കുറേ ഫോട്ടോസ് എടുക്കും. അപ്പോൾ ഇവർക്ക് ദേഷ്യം വരും. 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ മാറ്റും വേണ്ടേ, അപ്പോൾ അവർക്ക് ദേഷ്യം വരും. എന്നാലും അങ്ങനെ പറഞ്ഞത് കേൾക്കൂട്ടോ. അപ്പോൾ അങ്ങനെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ സമ്മതിക്കില്ല. എന്നാലും ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഒരുവിധമൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞു. ഞങ്ങളിങ്ങനെ ഫോട്ടോ എടുത്തും ഓരോ ഓർണമെൻറ്റ്സ് മാറ്റി മാറ്റി ഇട്ടും ഞങ്ങളിവിടെ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ ഒരാൾ അപ്പുറത്തിരുന്ന് വെറുതെ ഇരുന്ന് ഞങ്ങളെ നോക്കി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവൾക്ക് വിശക്കുന്നുണ്ട്, ഊണ് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതൊക്കെ നിർത്തി. പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. തന്നെ തൈരും വൻപയർ ഉപ്പേരിയും ഓംലേറ്റും പിന്നെ ആ മുളക് വറുത്തതുണ്ടായിരുന്നു, അത് കൂട്ടി ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരുള്ളപ്പോൾ അധികം ഒരു പ്ലേറ്റിൽ തന്നെ കഴിക്കുക. പാത്രം കഴുകും വേണ്ട, പിന്നെ വാരി കൊടുക്കുമ്പോൾ പെട്ടെന്നാണ് കഴിച്ചോളും. കറിയൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടതല്ലെങ്കിലും വാരി കൊടുത്താൽ കഴിക്കും. അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കറിയാണെങ്കിൽ അവർ സ്വയം കഴിക്കും. രാവിലെ സ്കൂളിൽ പോകണമെന്ന് എന്നും രാവിലെ വാരി കൊടുക്കും. പിന്നെ രാത്രി അങ്ങനെ വാരി കൊടുത്ത് ഞങ്ങൾ 3 പേരും കൂടി ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കും. അതിപ്പോൾ എത്ര വലുതായാലും അങ്ങനെ തന്നെയാണ്. ഞാനൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഞാനൊക്കെ വലിയ കുട്ടിയായിട്ടും എനിക്ക് എൻ്റെ അമ്മ തന്നെ വാരി തന്നായിരുന്നു. അത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.